വെൽക്കം ഓൾ. ഞാൻ സതീഷ് കുമാർ. നമ്മുടെ വീട്ടിലെ മീറ്ററിലും അതിന്റെ റീഡിങ്ങും ഒക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് നമുക്ക് എപ്പോഴും കറണ്ട് ചാർജിലൂടെ പണി തരുന്ന ഒരു സാധനമാണ്. ഈ ഫ്രിഡ്ജ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇത് ഈ കാണുന്ന നമ്മളെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കാണുന്ന ഒരു പാർട്ടുണ്ട്, ആരോ കാണുന്ന ആ പാർട്ട്. ഇനി അതുപോലെ അടുത്തത് ഈ പാർട്ട് കണ്ടോ, ഈ രണ്ട് പാർട്ടാണ് ശ്രദ്ധിച്ചത്. ഒരു റബ്ബർ ബീഡിങ്, ഒരു കോർണല്ല പ്ലേസും. ഈ രണ്ട് സാധനങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ ആദ്യം കാണിച്ച വെള്ള പ്ലേറ്റിനകത്ത് ഒരു ചെറിയ ചുളുക്ക് വന്നാലോ, അതല്ലെങ്കിൽ ഈ റബ്ബർ ബീഡിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാലോ അതിലൂടെ എയർ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇത് കണ്ടോ, അവിടെ റബ്ബർ ബീഡിങ് ഇങ്ങനെ വളഞ്ഞ് അതത്ര സുഖകരമല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോർ കറക്റ്റായിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള പാർട്ടിലേക്ക് എത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ചേരാറില്ല. അപ്പൊ അങ്ങനെ ഒരു അതിനകത്തൂടെ കാറ്റ് പുറത്തു. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇതുപോലെ നമ്മുടെ പുറം കൈ കൊണ്ട് ആ ഫ്രിഡ്ജിന്റെ 4 പാട്, ഇതിപ്പോ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ആണെങ്കിൽ ഇത് കണ്ടോ, അടിവശത്ത് അതുപോലെ പുറം കൈ ഒരിക്കലും നൂത്ത് വയ്ക്കരുത്, പുറം കൈയെ വെക്കാവൂ. കാര്യം ഏതെങ്കിലും രീതിയിലും അല്ല ഫ്രിഡ്ജിൽ ഷോക്കോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആകർഷിക്കാതെ തിരിച്ച് ഷോക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഷോക്ക് അടിക്കുമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇതുപോലെ അകത്ത്, അതുപോലെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒക്കെ നമ്മൾ ഇങ്ങനെ വിരൽ പതുക്കെ ഫ്രിഡ്ജ് ഓണായിരിക്കുമ്പോൾ തണുത്തിരിക്കുമ്പോൾ ഇങ്ങനെ വിരൽ ഓടിച്ച് പോകുമ്പോൾ ഇവിടെ നിന്നെങ്കിലും തണുത്ത കാറ്റ്, തണുപ്പല്ല തണുത്ത കാറ്റ് പുറത്തോട്ട് വരുന്നു. അവിടുത്തെ ബീഡിങ് പ്രശ്നമുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ മീറ്റർ റീഡിംഗ് ഉണ്ടോ, ഈ മീറ്റർ റീഡിങ്ങിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ പോയി ചെക്ക് ചെയ്യുക. ഫ്രിഡ്ജ് മാത്രം ഓൺ ചെയ്തിട്ട് ബാക്കി എല്ലാം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്തൊരു എത്രയാണോ നമ്മുടെ കപ്പാസിറ്റി ഫ്രിഡ്ജിന് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ റീഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ തണുപ്പ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇതിങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു.